ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഈസി, ടേസ്റ്റി ആൻഡ് സ്പൈസി ബ്രെഡ് ടോസ്റ്റ് ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായി ഇവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനെ ഞാൻ ഒരു ബൗളിലേക്ക് ഇവിടെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായി മുട്ടയിലേക്ക് ചേർക്കാനായിട്ട് നമ്മളിവിടെ സവാള എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത്. സവാള വളരെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായി പൊട്ടിച്ച് വെച്ച മുട്ടയിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചതച്ച മുളക്, അത് ഒരു 1/4 ടീസ്പൂണും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ചതച്ച മുളക്, ഇതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, മല്ലിയില, പച്ചമുളക് ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഉപ്പൊക്കെ നോക്കാവുന്നതാണ്, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. തവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ളത്രയും ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഓരോരോ സ്ലൈസ് ബ്രെഡ് എടുത്ത് ഈ ബാറ്ററിലേക്ക് നന്നായി മുക്കി 2 സൈഡും നന്നായി പ്രസ് ചെയ്ത് മുക്കിയതിന് ശേഷം തവയിലേക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം. അടുത്തായിട്ട് നമുക്ക് ബ്രെഡ് തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനുശേഷം കുറച്ചും കൂടെ ഉള്ളി മസാലയൊക്കെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായി കവർ ചെയ്യുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ബ്രെഡ് മൊരിയാനായി ആവശ്യമുള്ളത്രയും ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൻ്റെ അളവൊക്കെ നമ്മളുടെ സ്വന്തം ഇഷ്ടമാണ്. നമുക്ക് ബട്ടർ ചേർക്കുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ആവശ്യമുള്ളത്രയും ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ഈ സൈഡ് നല്ല പെർഫെക്റ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് അടുത്ത സൈഡും മൊരിഞ്ഞു വരാനായി നമുക്ക് ആവശ്യമുള്ളത്രയും ബട്ടർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഈസി, സ്പൈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായ ഒരു വിഭവമാണിത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.